നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക അട്ടിമറി, രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട് പ്രവർത്തിക്കുന്നു. ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണത്തിൽ SIR എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് KSU നേതാവ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. പരാതിക്ക് പിറകെ സുരേഷ് ഗോപിയുടെ ചേറൂരിലെ MP ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. സമരസംഗമം ബ്ലോക്ക് കാൽനട പ്രചരണ ജാഥകളുമായി DYFI. സ്വാതന്ത്ര്യദിന സായാഹ്നത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുവാക്കളുടെ സമരസംഗമം. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി. സിസ്റ്റത്തിലെ പിഴവ്, ചിറ്റൂർ വിളയോടി പുഴയിലെ ചുഴിയിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകാൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. ചിറ്റൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയായി. വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടിക അട്ടിമറി, രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നിവാസങ്ങൾ കാണിക്കുകയാണെന്നും ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണത്തിൽ SIR എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി തൃശൂരിൽ പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമാണെന്ന് MA ബേബി പറഞ്ഞു. BJP ഭരണത്തിന്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നത്. BLOമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 2 ദിവസമെങ്കിലും താമസിച്ചവരുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശം. ഒരു ഭാഗത്ത് ആളുകളെ ഒഴിവാക്കുന്നു, മറ്റൊരു ഭാഗത്ത് ആളുകളെ ഉൾപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ തൃശ്ശൂരിൽ നടന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 30,000-ലധികം വോട്ടുകൾ തൃശ്ശൂരിൽ ചേർത്തു. വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ടാണ് ചേർത്തത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദീകരണം നൽകണം. ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണവുമായി ബന്ധപ്പെട്ട് SIR എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും പൊടുന്നനെ പത്രത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്നും MA ബേബി പറഞ്ഞു. തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിസ്റ്റത്തിലെ പിഴവ്, ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ല. ചിറ്റൂർ വിളയോടി പുഴയിലെ ചുഴിയിൽ അകപ്പെട്ടു മരിച്ച യുവാക്കളുടെ മൃതദേഹം വിട്ടു നൽകാൻ വൈകിയത് മണിക്കൂറുകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഏറെ നേരം വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂരിലെ കോളേജിലെ വിദ്യാർത്ഥികളായ രാമേശ്വരം സ്വദേശി ശ്രീഗൗതം, നെയ്വേലി സ്വദേശി അരുൺകുമാർ എന്നിവർ വിളയോടി ഷൺമുഖം കോസ്വേയിലെ ഗർത്തത്തിൽ കുടുങ്ങി മരിച്ചത്. വിളയോടി കോസ്വേയിലെ ചുഴിയിലൂടെ ഗർത്തത്തിൽ കുടുങ്ങി മരിച്ച ശ്രീഗൗതം, അരുൺകുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. രാവിലെ 9:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയെങ്കിലും മൃതദേഹം വിട്ടു നൽകാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തുന്നിക്കെട്ടി പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുന്ന അറ്റൻഡർമാർ മോർച്ചറിയിൽ ജീവനക്കാരായി ഇല്ലാത്തതായിരുന്നു കാരണം. ഒരു ജൂനിയർ ഡോക്ടറും പരിചയമില്ലാത്ത 2 ജീവനക്കാരും മണിക്കൂറുകളെടുത്ത് 10:30 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. ആദ്യം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അരുൺകുമാറിൻ്റെ മൃതദേഹം വിട്ടു നൽകിയെങ്കിലും തുന്നലിളകി ചോര വന്നതിനാൽ വീണ്ടും മോർച്ചറിയിലേക്ക് കയറ്റേണ്ടി വന്നു. മൃതദേഹം വിട്ടുകിട്ടാൻ വൈകിയത് ആശുപത്രിയിലെത്തിയ മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ പ്രതിഷേധമുണ്ടാക്കി. ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിലെ പിഴവാണ് മൃതദേഹത്തോടുള്ള അനാദരവിനിടയാക്കിയതെന്ന് ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളും ആരോപിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തുടങ്ങിയവരും ആശുപത്രിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ. ആഗസ്റ്റ് 15-ന് ഒറ്റപ്പാലത്ത് നടക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി ടി ഷിബു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന ആലോചിതമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പിന്നിടുന്ന ഓഗസ്റ്റ് മാസം 15-ന് വൈകുന്നേരം 4 മണിക്ക് ഒറ്റപ്പാലത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കൊട്ടക്കുന്നിൽ നടന്ന സ്വീകരണ യോഗം എ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇതായിരിക്കണം ഈ നാടിനോട് ആദ്യമായി ഡിവൈഎഫ്ഐ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഈ നാടിനകത്ത് ബാധിക്കുന്ന, ഈ നാടിനകത്ത് യുവജനങ്ങളെ ബാധിക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം. അങ്ങനെയാണ് നാം ഈ നാടിനോട് വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ആദ്യത്തെ മുദ്രാവാക്യം. രണ്ടാമത് നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നുള്ളതാണ്. എന്താണ് മതേതരത്വം? മതേതരത്വത്തിന്റെ വർണ്ണശബളമായ വർത്തമാനകാല അനുഭവത്തിൽ നിന്നും മതവർഗീയതയുടെ ഉറപ്പിലേക്ക് ജനതയെ വെട്ടിമുറിക്കാൻ ഒരുമിട്ടുന്ന നെറികെട്ട RSSന്റെ അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മാറ്റി തീർക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നാം മതേതരത്വത്തെ കുറിച്ച് നാടിനോട് വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്. പി അനീഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ മുത്തലവി, എ മുഹമ്മദ് മുസ്തഫ, OV സ്വാമിനാഥൻ, എ ബാൽക്കീസ്, കെ സൈദലവി, പി വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ മുത്തലിയെ ഹാരാർപ്പണം നടത്തി. അബ്ദുൽ മുത്തലി ജാഥ ക്യാപ്റ്റനും സൂര്യ വൈസ് ക്യാപ്റ്റനും ആസീസ് ജാഥ മാനേജറുമായുള്ള സംഘമാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനപങ്കാളിത്തമാണ് കാണാനിടയായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15-ന് അനങ്ങടിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥമായാണ് ജാഥ നടത്തിയത്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയാണ് ഞായറാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ പരിസരത്തു നിന്നും ആരംഭിച്ചത്. ആദ്യ സ്വീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷലീഷ സംസാരിച്ചു. ആ 78 വർഷം പൂർത്തീകരിക്കുമ്പോഴും നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ കൃത്യമായി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സമരസംഗമം എന്ന പേരിൽ ഒരു പരിപാടി ഡിവൈഎഫ്ഐ ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതി നടത്തുന്നുണ്ട്. അനങ്ങനടിയിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. ആ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിലുള്ള ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാകേഷ് ജാഥ ക്യാപ്റ്റനും MK ഉണ്ണികൃഷ്ണൻ ജാഥ മാനേജറും ശാരിക വൈസ് ക്യാപ്റ്റനുമായ കാൽനട പ്രചരണ ജാഥ ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അനങ്ങനടിയിൽ വെച്ച് ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് 15-ന് അനങ്ങനടിയിൽ സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥമായാണ് ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിന് പരാതി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടേയില്ല എന്നും പരാതിയിൽ പറയുന്നു. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂരിലെ ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ചുന്നയിക്കുന്ന പരാതിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ളത്. BJP പ്രവർത്തകർക്കിടയിൽ പോലും ഇതേ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് KSU ജില്ലാ പ്രസിഡന്റും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുന്നത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് ജയിലിലടച്ച സംഭവത്തിന് ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് KSU നേതാവിന്റെ പരാതിയിലെ ആവശ്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ വ്യാജ
മനുഷ്യക്കടത്ത് ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിനുശേഷം ഇദ്ദേഹത്തെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കാണാനില്ലാത്തൊരവസ്ഥയാണ്. ഈ പറയുന്ന രീതിയിൽ തൃശൂർ പാർലമെന്റിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിരന്തരമായി ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്യാനായിട്ട് പോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഈ ഇലക്ഷൻ സമയത്ത് വോട്ട് നേടുന്നതിന് വേണ്ടി ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുക, ഈ ക്രിസ്ത്യൻ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് നേടാൻ വേണ്ടി ക്രിസ്ത്യൻ ഈ പറയുന്ന ഒരു മതവിഭാഗത്തെ ഇത്രയധികം സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി ഇത്രയും വലിയൊരു വിഷയം, ഈ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നടത്താൻ പോലും തയ്യാറാവാതെ ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു MP-യും കേരളത്തിൽ നിന്ന് സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി മുന്നോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു അന്വേഷണവുമായി KSU ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിൽ മുഖേനയാണ് ഗോകുൽ പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെ തൃശൂരിലെ MP-യുടെ ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റർ പ്രചരണം ഉൾപ്പെടെയുള്ള ക്യാമ്പയിന് തുടക്കമിടാനും KSU തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസിലും തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിലുമടക്കം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഓങ്ങല്ലൂർ EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം ചിത്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 1981 അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ സഹവാനുകളെ പറ്റിയൊക്കെ പറയും. അതിനു മുമ്പ് തന്നെ എത്രയോ പെൺകരുത്തിൻ്റെ മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ പല തരത്തിലുള്ള കൂട്ടച്ചേരലുകളും നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അഖിലേന്ത്യാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനമായിട്ട് വില്ലേജ് പ്രസിഡന്റ് സതീദേവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആനന്ദവല്ലി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രതി ഗോപാലകൃഷ്ണൻ, രമ, പ്രജിത, മാലതി, പുഷ്പലത, സതി, ഷിജില, ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ട് എക്സൈസ് ജീവനക്കാരുടെ കുടുംബസംഗമവും 29ാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെയും എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തസ്രാക്കിലെ OV വിജയൻ സ്മാരക ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 4, 7, 10, 12 എന്നീ ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ എക്സൈസ് വകുപ്പിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും തുടർന്ന് കുടുംബസംഗമവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VP മഹേഷ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് MN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KR അജിത്ത്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TB ഉഷ, ജില്ലാ സെക്രട്ടറി V കലാധരൻ, പ്രസിഡന്റ് C സുഭാഷ്, K ജഗജിത്ത്, N സുനിത തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് പ്രണവം ശശി നയിച്ച കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ 23ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ 23ാം വാർഡ് വികസന സമിതിയും ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആ ആരോഗ്യമിത്ര പദ്ധതിയും അതുപോലെ തന്നെ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ അവരുടെ ഈ നാടിനോടുള്ള പ്രതിബദ്ധത, ഒരുപാട് പരിപാടികൾ NSS കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്താറുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഗണേശഗിരി സ്കൂള്
അവർ ഒന്നും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കണ്ണാശുപത്രി PRO പ്രിൻസ് പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപിക ഹസൻ ബാനു, VK സതീശൻ, ഡോക്ടർ അനുപമ, സുധീർ മാസ്റ്റർ, സരിത, രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. ഉച്ചവരെ നടന്ന ക്യാമ്പിന് ഡോക്ടർ അനുപമ നേതൃത്വം നൽകി. 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മഹാഗണപതി ഹോമം വിശേഷാൽ ഭഗവത് സേവ ഭഗവതിക്ക് പൂമൂടൽ ഞായറാഴ്ച നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനയ്ക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന വിശേഷാൽ ഭഗവത് സേവ മഹാഗണപതി ഹോമം ഭഗവതിക്ക് പൂമുടൽ എന്നീ ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനയ്ക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഒൻപതിന് വൈകിട്ട് തുടങ്ങിവെച്ച ചടങ്ങുകൾ 10-ാം തീയതി രാവിലെയാണ് സമാപിച്ചത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശേഷാൽ ചടങ്ങുകളിലും പ്രസാദകൂട്ടിലും 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലൂർ ശ്രീ പുന്നകുർശി ശിവക്ഷേത്രത്തിൽ നിറപുത്തിരി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കതിർക്കറ്റുകൾ ഏന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുമുണ്ടായി. മേൽശാന്തി KS ശ്രീനാഥ്, KS പ്രസാദ്, KS ശിവരാമൻ, മാടമന ശശി എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കല്ലൂർ ജയൻ, കല്ലൂർ ശബരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളവും ഉണ്ടായിരുന്നു. പുത്തിരി പായസ വിതരണവും കതിർ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയകുളം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി മുണ്ടനാട്ട് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർ പട്ടിക അട്ടിമറി, രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട് പ്രവർത്തിക്കുന്നു. ബീഹാർ വോട്ടർ പട്ടിക പുനർരൂപീകരണത്തിൽ SIR എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നുവെന്നും MA ബേബി. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് KSU നേതാവ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. പരാതിക്ക് പിറകെ സുരേഷ് ഗോപിയുടെ ചേറൂരിലെ MP ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. സമരസംഗമം ബ്ലോക്ക് കാൽനട പ്രചരണ ജാഥകളുമായി DYFI. സ്വാതന്ത്ര്യദിന സായാഹ്നത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുവാക്കളുടെ സമരസംഗമം. ഞങ്ങൾക്കും വേണം ജോലി, ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി. സിസ്റ്റത്തിലെ പിഴവ്, ചിറ്റൂർ വിളയോടി പുഴയിലെ ചുഴിയിൽ മുങ്ങി മരിച്ച യുവാക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകാൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. ചിറ്റൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പരിചയസമ്പന്നരായ ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.